കൂടെ റാണിയൊക്കെ കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. ഒരു തെളിവ് കാണിക്കും നമ്മൾ തമ്മിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തതോ മെസ്സേജ് അയച്ചതോ ഇനി ഏതെങ്കിലും ഒരു മീഡിയ വഴി പരസ്പരം ഇതേപോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ചായിട്ട്, അതായത് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇവരുടെ മകളെ ഓർത്ത് ഞാൻ വിട്ടതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്ത് വേണോ കാണിച്ചു വിടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ ചാനലിനകത്ത് ദീപ്തി സീതത്തോട്. അപ്പൊ ഇവര് ഒരു കുറച്ച് ആളുകൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചകൾക്ക് മുന്നേ ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതായത് ഇപ്പൊ റാണി പി സദാശിവം എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് ഇവരുടെ കമന്റ് ബോക്സിനകത്തും അതേപോലെ തന്നെ ആ ഒരു ടൈമിനകത്ത് തന്നെ ഡാനി ഡേയ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്തൊക്കെ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ടായി ഈ ഒരു വിഷയത്തിനകത്ത്, ഈ ഒരു പുള്ളിക്കാരിനെ. അതായത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ റാണി എന്ന് പറഞ്ഞ ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും കമന്റ് ബോക്സിനകത്ത് ചെന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ട് കമന്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരാളുടെ വീട്ടിനകത്ത് നടക്കുന്ന അവര് നല്ലൊരു ലൈഫായിട്ട് അവർ പോണേണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ ദീപ്തി ടീച്ചർ കാര്യം പറഞ്ഞാൽ അവർ നല്ലൊരു ലൈഫായിട്ട് പോകുന്നു, അവരുടെ വീഡിയോ ഒക്കെ ഇട്ട് അവർ മാന്യമായിട്ട് വീഡിയോ ഇട്ട് പോകുന്നു. അപ്പൊ ഇവരുടെ വീഡിയോന്റെ കമന്റ് ബോക്സിനകത്ത് വന്നിട്ട് ഇവരെ ഏതാണ്ട് അറിയാന്നുള്ള രീതിക്ക് വായ തോന്നിയൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയാം. അതായത് നമ്മുടെ മനസ്സിനകത്തുള്ള കുരുട്ടും കുന്നായ്മയും ഈ കുശുമ്പും ഈ സീരിയലിനകത്തൊക്കെ ഉള്ള ഒരു സാധനങ്ങളില്ലേ, അവിഹിതമാണ് അവക്ക് വേറൊരുത്തനായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങ് തട്ടി അങ്ങ് വിടാം. അപ്പൊ ഈ ഒരു സാധനങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് എന്ത് വിചാരിക്കും, അങ്ങനെ ആയിരിക്കുമല്ലേ ദീപ്തിയുടെ ശരിക്കും ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്ന് കാണുന്ന ചിലരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇവർക്കൊക്കെ പറ്റും. ഈ റാണി എന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ പറ്റും. അപ്പൊ ഇവർ വന്നിട്ട് ഈ ഒരു കമന്റ് ഇടുമ്പോൾ ശരിക്കും അതൊരു മാനസിക രോഗം കേട്ടോ. അതായത് ഈ ഒരാളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്നൊരു സുഖം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അതൊരു മാനസിക രോഗം തന്നെയായിട്ട് ഞാൻ പറയുള്ളൂ. അപ്പൊ ഇതിനെ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ദീപ്തി ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് തമ്മിലിനകത്ത് തന്നെ എങ്ങനെയാണ് കൊടുത്തത്, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി ഇവരായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയുടെ തമ്മിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം, എന്നിട്ടും ബാക്കി പറയാം. ചില കാര്യങ്ങളും പ്രശ്നങ്ങളും മറ്റു ചില കാരണങ്ങളും കാരണം പ്രധാനമായിട്ടും ഇവരുടെ ഈ സംസാര രീതി എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ ചർച്ചയായപ്പോൾ എനിക്ക് അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരുന്നു. എനിക്ക് ഉറക്കക്കുറവുണ്ടായിരുന്നു, ഇച്ചിരി സ്ട്രെസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നമ്മൾ എത്ര മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും എങ്ങനെ വീട്ടിലൊരു കാര്യം സംസാരിച്ച് വരുമ്പോഴും അമ്മയ്ക്ക് ഇതൊരു ടെൻഷനായിട്ട് ഞാൻ കാണുന്നു, മണിയമ്മയ്ക്ക് ഇതൊരു ടെൻഷനായിട്ട് കാണുന്നു. അമ്മൂനെ പറഞ്ഞിട്ട് അമ്മൂന് ഇതൊരു പ്രശ്നം, അച്ചാച്ചി അണ്ണാണിയും ചേർത്തിട്ട് വളരെ മോശമായിട്ട് വന്നപ്പോൾ അച്ചാച്ചൊക്കെ എല്ലാം നെവർ മൈൻഡാണ്. പക്ഷേങ്കിൽ പോലും എവിടെയോ ഒരു അനാവശ്യമായി അങ്ങനെ ഒരാളെ എന്തിനാവശ്യമില്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്ന് ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ വിചാരിച്ചത് വെഡിങ് ആനിവേഴ്സറി അല്ലേ മലപ്പുറത്ത് പോയേക്കാന്ന് വിചാരിച്ചു. ഈ ഉറക്കക്കുറവും പ്രശ്നങ്ങളും കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അറിയാം, എനിക്ക് ഫിക്സിൻ്റെ പ്രശ്നം ഉള്ളതാണ്. അത് ഇന്നലെയോ തുടങ്ങിയതല്ല, പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. എനിക്ക് വലുതായതിനു ശേഷമാണ് വന്നത്. പക്ഷേ പാരമ്പര്യമായിട്ട് അണ്ണാണിക്കുണ്ടായിരുന്നു 2 വയസ്സോ മറ്റവരെ മരുന്ന് കഴിച്ചിട്ടാണ് അത് മാറിയത്. ഞാൻ വീണു, ഊട്ടി കൊടൈക്കനാലൊക്കെ അണ്ണാണ്ട് കൂടെ പോയി. ഇന്ന് ജനുവരി 9, ഇന്നലെ 8-ാം തീയതി, ഇന്നലെ അമ്മൂൻ്റെ പിറന്നാളാണ്. ഇന്നലെ വരെ നമ്മളെന്നല്ല ഞാൻ ഇവരെ ഇഗ്നോർ ചെയ്ത് വിട്ടു. എനിക്ക് വേണ്ട, എനിക്കറിയാം എവിടെയൊക്കെയോ മോശം ഇടുന്നുണ്ട്, പക്ഷേ വേണ്ട, എനിക്കറിയണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ രാത്രി ഒരു 1 മണി അടുപ്പിച്ചായി അമ്മ വിളിച്ചു. അമ്മ ഇങ്ങനെ എന്തോ ഒരു വിമിഷ്ടം പോലെ ഇരുന്നിട്ട് അമ്മ അറിയാൻ തുടങ്ങി. അമ്മ ഭയങ്കര കരച്ചിൽ. അതായത് ഇനി ചാനൽ വേണ്ട, വീഡിയോ ഇടേണ്ട മോളെ, അങ്ങനെ ഇങ്ങനെയാണെന്ന് പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അമ്മ ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ വിങ്ങി നടക്കുക. കമൻറ്റിനെ പറ്റി പറഞ്ഞാൽ ഞാൻ വഴക്ക് പറയും, എങ്ങനെ എന്നോട് പറയുമെന്ന് അറിയത്തില്ല. മറ്റാരും അച്ചാച്ചിയാണെങ്കിൽ ഇങ്ങനെ പറയാൻ വരുമ്പോൾ കേൾക്കത്തില്ല. ഒരു അമ്മയെന്ന് പറഞ്ഞാൽ പക്ക നാട്ടിൻപുറത്തെ ആ ഒരു ജീവിതം, അമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ അച്ചാച്ചി അണ്ണാണി കുഞ്ഞ് അമ്മു ഞങ്ങൾ പട്ടി പൂച്ച കോഴി ഈ ഒരു ചെറിയ ഒരു ചുറ്റുപാടിലാണ് അമ്മ. അതാണ് അമ്മയുടെ ലോകം. അപ്പോൾ അതിലിങ്ങനെ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അമ്മ യൂട്യൂബ് വേണ്ട, അങ്ങനെ യൂട്യൂബ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എവിടെയോ എന്തോ ഒരു സംഭവം കാണുമെന്ന്. ഞാൻ ശരി വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അച്ചാച്ചി വിളിച്ചു. അപ്പോൾ അച്ചാച്ചി വിളിച്ചപ്പോൾ അച്ചാച്ചിയാണ് പറയുന്നത്, പിന്നെ എന്തോ നെഗറ്റീവ് കമൻറ്റ് റാണി കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തും വന്നു. അപ്പോൾ ഞാനത് തമാശയ്ക്ക് വേണ്ട വിട്ടേരെന്ന് പറഞ്ഞ് കാര്യമാക്കാണ്ട് വിട്ടു എന്നെല്ലാം പറഞ്ഞു. ഇതെന്താണെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു. പിന്നെയും ഞാനൊരു 10-15 മിനിറ്റോടെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ കരഞ്ഞോട് തന്നെ ഇരിക്കുക. അപ്പോൾ അമ്മ പറയുന്നത് എവിടെയൊക്കെയോ ഇവർ പോയി കമൻറ്റ് ഇട്ടു, അവർ ചെങ്ങന്നൂരമ്മയ്ക്ക് നേർച്ച കൊടുത്തതുകൊണ്ടാണ് ഞാൻ മുഖമടിച്ച് വീണത്, നാക്ക് കടിച്ചത്, നാക്ക് അങ്ങനെയാണ് അവളുടെ നാക്ക് പുഴുത്തത്, ഇനി അവളുടെ കല്യാണമല്ലേ അത് നടക്കാൻ പോകുന്നില്ല, കാരണം ദൈവം എൻ്റെ കൂടെയാണ്, ഞാൻ നേർന്ന എൻ്റെ ചെങ്ങന്നൂരമ്മയോ അങ്ങനെ ചെങ്ങന്നൂരമ്മയ്ക്ക് അതായത് ദൈവത്തിന് പുള്ളിക്കാരി കൊട്ടേഷൻ കൊടുത്ത് വീഴ്ചതാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപസ്മാരം എൻ്റെ പാരമ്പര്യമായിട്ടുള്ളതും എനിക്ക് നാളുകൾക്ക് മുന്നേ ഇവരെ പറ്റി ഞാൻ അറിയുന്നതിന് മുന്നേ ഉള്ളതാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴാറുള്ളതും. പക്ഷേ ഇത് കേട്ടതള്ളല്ലേ എത്ര നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് മൈൻഡ് ചെയ്യേണ്ട സുലുമേ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമല്ലല്ലോ, പോസിറ്റീവ് ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും നമ്മളെപ്പറ്റി നല്ലൊരാൾ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാട്ടി ഇരട്ടി വിഷമമായിരിക്കും നമ്മളെപ്പറ്റി ഒരാൾ മോശം പറയുമ്പോൾ. അപ്പം എനിക്ക് ഇത് കേട്ടപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം ഒരാളുടെ ബാഹ്യമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു അസുഖത്തിലോ രൂപത്തിലോ ഉള്ള അല്ലെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുള്ളതിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ളൊരു കാര്യമല്ല. ഒരാളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, സ്കിൻ എന്താ ഇങ്ങനെ, അല്ലെ മുടി എന്താ ഇങ്ങനെ, അതെന്താ അസുഖം, എന്താ വണ്ണം, ഇങ്ങനെയൊന്നും ചോദിക്കുന്നതും കാര്യമൊന്നും പൊതുവേ ഞങ്ങൾ ആരും ചെയ്യാറില്ല. ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ദീപ്തി ടീച്ചറിന്റെ ആ ഒരു അവസ്ഥ കണ്ട, അതായത് ഒരു കമന്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലര് വിചാരിക്കും കമന്റ് ഇടുമ്പോഴത്തേക്കും അതൊന്നും അവർ കാണൂലായിരിക്കും, അവരൊന്നും അഫക്ട് ചെയ്യൂലായിരിക്കും. പക്ഷേ ഇതൊക്കെ എല്ലാവരെയും അഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇടുന്ന ഓരോ കമന്റുകളും നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഇവരുടെ അതിനകത്ത് പറഞ്ഞേട്ടാ, അവരുടെ അമ്മ അത്രയും അമ്മേനെ മെന്റലി ബാധിച്ച് ഇവരുടെ ഈ ഒരു കമന്റുകൾ കാര്യം ഇവരെ കൊണ്ടൊരു തൊള്ളയില്ല. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവരെ പറ്റി വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിന്റെ അടിയിലും വന്നിട്ട് ഇവർ കമന്റ് ഇട്ടേക്കണേണ്. അത് എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത്, ഒരു എസ്സേ കണക്കിന് ഇങ്ങനെ അങ്ങോട്ട് എഴുതി അങ്ങ് വിടറേണ്. വേറൊരു പണിയില്ലാണ്ട് ഇവരെ പറ്റി കുത്തിയിരുന്നിട്ട് ഈ ഒരു കമന്റ് ഇടാനായിട്ട് നിങ്ങൾക്ക് ഇത്തിരി
വേറെ പണിയൊന്നുമില്ല, വല്ല പണിക്ക് പോകൂടെ? എന്റെ കമന്റ് ബോക്സിനകത്തൊക്കെ ചില മറ്റേകൾ വന്ന് പറയാൻ നിൽക്കാം പണിക്ക് പോകൂടെ, ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞൂടെ പണിക്ക് പോകൂടെ എന്ന്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ഇപ്പോൾ കണ്ടു കാണുമല്ലോ കഴിഞ്ഞ ദിവസം ചില ദ്വയാർത്ഥം, അതായത് ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തതും അറസ്റ്റിലായതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം അതായത് പണ്ട് മീറ്റും ഇല്ലായിരുന്നു, എല്ലാവരും അവരവരുടെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണോ അവർ നേരിട്ട ചില കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത്. അതേപോലെ തങ്ങൾക്കുണ്ടായ ഓരോരുത്തരുടെയും അശ്ലീലമായ കമന്റ് ഇട്ടതോ അല്ലെങ്കിൽ മോശം തങ്ങളെ പറ്റി പറഞ്ഞു വരുത്തുന്ന കമന്റ് ഇട്ട വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും കുറേ പേരുടെ ഇങ്ങനെ യൂട്യൂബിലും അല്ലാണ്ടും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിത് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുത്തിയിരുന്നിട്ട് എൻ്റെ ഗാലറി തന്നെ നോക്കി. ഗാലറി നോക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസ് എല്ലാം എൻ്റെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയി വരാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമന്റുകൾ സ്ക്രീൻഷോട്ട് അയച്ചു. എന്നറിയാമോ, നമ്മൾ ഇവരെ വിട്ട് കഴിഞ്ഞെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു 2-3 ദിവസമായിട്ട് ചിലതിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു, അതുപോലെ ഞാൻ അവരെ വിളിച്ചു, കാല് പിടിച്ചു, സംസാരിച്ചിട്ട് പറഞ്ഞു എൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്ത് പറയരുത്, ഞാൻ നിങ്ങളുടെ സൈഡ് നിൽക്കാം. പിന്നെ ഏതോ മിനി ടീച്ചറും ഞാനും അവരുടെ സൈഡായി അങ്ങനെ ഇങ്ങനെ ഞാൻ അവരെ വിളിച്ച് കുറേ കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഓരോരുത്തരോട് വന്നു കൂടെ റാണി അക്കാടും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. ഒരു തെളിവ് കാണിക്കും നമ്മൾ തമ്മിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തതോ മെസ്സേജ് അയച്ചതോ ഇനി ഏതെങ്കിലും ഒരു മീഡിയ വഴി പരസ്പരം ഇതേപോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ. ഈ റാണി എന്ന് പറഞ്ഞ അവർക്ക് എന്തോ കാര്യമായിട്ട് എന്തോ വിഷയമുണ്ട്. കാര്യം അവരൊരു ഫാന്റസി ലോകത്താണ് അവർ ജീവിക്കണേന്ന് തോന്നുന്നത്. എന്നിട്ട് അവരാണെങ്കിൽ അവരുടെ ആ ഫാന്റസി ലോകത്തിനകത്ത് അവര് മാത്രം എന്തോ ബെസ്റ്റ് ഒരു ആള്, അവര് മാത്രമാണ് ബെസ്റ്റ്, ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിഹിതമുണ്ട് അവർക്ക്, അതേപോലെ തന്നെ അവർക്ക് ഈ കുശുമ്പും കുന്നായ്മയും, അതായത് ഇവരില്ലാത്ത കാര്യങ്ങളെല്ലാം ഇവർ ഫാന്റസൈസ് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു വേൾഡിനകത്ത് ഇവര് അത് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ഈ കമന്റുകൾ ഇട്ടിട്ട് അതിൽ നിന്നൊരു സുഖം കണ്ടുപിടിക്കുക എന്തൊരു പ്രത്യേക ഒരു ജന്മമുള്ള ബാക്കിയാണ്. നിങ്ങളെ വളരെ അടുത്തറിയാവുന്ന ആളുകൾ, നിങ്ങളോട് ചേർന്ന് നിങ്ങൾ ദിവസം കാണുന്ന വ്യക്തികൾ പോലും പറഞ്ഞത് നിങ്ങൾക്ക് മാനസികമായ പ്രശ്നം ഉണ്ടെന്ന്. ഇനി അത് പറയുന്ന വാക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം ഉള്ള വ്യക്തി ഉള്ളതിൻ്റെ ഒരു സഹതാപം ഓർത്തിട്ടും വെറുതെ വിട്ടുന്നത്. ഇത് പക്ഷേ എക്സ്ട്രീം ലെവലായി. അമ്മ അതായത് ഒരു നെഞ്ചുവേദനയും കൊണ്ട് നടന്നത് അമ്മയായി. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ അറിയത്തുപോലും ഇതാണ് കാരണമെന്ന്. പക്ഷേ ഇപ്പം എനിക്ക് കാരണം അറിയാം. എന്തെങ്കിലും ഈ പിന്നെന്താണ് ഇങ്ങനെയുള്ള പലയിടത്തും ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് അവർ ചാകും, ഇവർ ചാകും, അമ്മ ചാകും, അച്ഛൻ ചാകും. അപ്പോൾ എവിടെയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ അത് പൂർണ്ണമായിട്ടും റാണി എന്ന സ്ത്രീ പ്രേരിപ്പിച്ചിട്ട് അത് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മയ്ക്ക് നെഞ്ചുവേദനയോ അത് തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഒരൊറ്റ കാരണം കൊണ്ട്, എല്ലാവരുടെയും മനസ്സ് അത്ര വലിയ വിശാല മനസ്സല്ല, പിന്നെ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പറഞ്ഞുകൂടാ ഞാനിതിപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയേണ്ടതാണോ അതോ നേരിട്ട് പോയി കേസ് കൊടുത്ത് ചെയ്യേണ്ട. കാരണം കേസ് ഞാൻ എന്തായാലും കൊടുക്കും, അത് യാതൊരു സംശയം വേണ്ട. കേസ് ഞാൻ കൊടുത്തിരിക്കും. കേസ് കൊടുക്കേണ്ടത് എവിടെയാണോ അതേ മീഡിയ വഴിയാണ് ഞാൻ അവരെ പറ്റി അന്വേഷിച്ചത്, അവരുടെ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വഴി തന്നെയാണ്. എനിക്ക് പോയി നിന്ന് ചെയ്യാനുള്ള സമയം ഈ ഒരു മാസം. ഓക്കെ, അപ്പൊ കേസ് കൊടുക്കുമെന്ന് തന്നെ പറയണം, കേസ് കൊടുക്കുക തന്നെ വേണം. കാര്യം ഇമാതിരി കമന്റ് ഇടുന്നവർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കുക തന്നെയാണ്. കാര്യം കേസ് കൊടുത്താലാണ് ഇതുങ്ങൾക്കൊരു ഇപ്പൊ കേസ് കൊടുത്തിട്ട് ആ കേസ് എവിടെ എത്തി എന്നുള്ളതിലല്ല കാര്യം. കാര്യം കേസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്കൊരു ചിന്ത വരും, ഓ ഇപ്പൊ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കേസ് വരും, പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ട വരും എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ ഈ പണി നിർത്തുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടേണ്ടിയിരിക്കും. ഇപ്പൊ ഇവരുടെയൊക്കെ കമന്റ് ബോക്സിനകത്ത് വിട്ട് ഇടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി സഹിക്കാത്ത കാര്യങ്ങളാണ് ഇവരെ കമന്റ് ബോക്സിനകത്ത് എന്നിട്ട് ഇടുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇവരുടെ അമ്മയ്ക്ക് ആ ഒരു ഇതൊക്കെ ആരും അതൊന്നും വായിക്കാൻ പോകാണ്ടിരിക്കുക. ഇപ്പൊ റാണി പി സദാശിവം എന്ന് കണ്ടു കഴിഞ്ഞാൽ കമന്റ് തന്നെ വായിക്കാൻ പോകാണ്ടിരിക്കുക, നമ്മുടെ തന്നത് ദിവസം പോകും. ഇപ്പൊ ബാക്കിയാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ വലിയ ഞങ്ങളെ മുതിർന്നവരെ പറയുന്ന പോലെയല്ല. കുഞ്ഞുങ്ങളെ 1-2 മാസം പ്രായമായ ഓരോ കുഞ്ഞുങ്ങളെ, ഓരോ യൂട്യൂബ് ചാനലിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറയുന്നത് വളരെ മോശമാണ്. എല്ലാ യൂട്യൂബർമാരും കേസ് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടും അത് ചെയ്യും. കാരണം എല്ലാവരും നിയന്ത്രണം വിട്ട് സഹി കെട്ട് നിൽക്കുക. ഈ നിങ്ങൾ ഈ പറയുന്ന പോലെ നിയമപരമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസിക രോഗമാണെന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പോട്ടെ, നിങ്ങളത് ഭ്രാന്താന്ന് തെളിയിക്കും എന്നുള്ളൊരു ധൈര്യമാണ് നിങ്ങൾക്കുള്ളത്. മാനസിക രോഗിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ, കാരണം അവർ സമൂഹത്തിന് വിപത്താണ്. ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നവർക്ക് നാളെ കയ്യിലൊരു ആയുധം ഉണ്ടെങ്കിൽ മറ്റൊരാളെ കൊല്ലാൻ തോന്നും. ഇങ്ങനെയുള്ള സമൂഹത്തിലേക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഇറക്കി വിടാൻ പറ്റില്ല. പണ്ട് കാലത്ത് അറിയാമോ, ഇങ്ങനെ അസുഖമുള്ള ഒരു ചങ്ങലയിൽ പൂട്ടിയിടുമായിരുന്നു. എന്തിനാ? മറ്റുള്ളവരുടെ ജീവന് വിലയുള്ളതുകൊണ്ടാണ്. സ്വന്തം അവരുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും വിലയുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ കെട്ടിയിട്ടിരുന്നത്. അതേ അവസ്ഥ ചെയ്യേണ്ടി വരും. കാരണം സ്വബോധമല്ല ഈ ചെയ്യുന്നത്. ഒരേ ചാനലിൽ പോയിട്ട് ഒരു കമന്റിൽ പുകഴ്ത്തിക്കൊണ്ടിട്ട് തൊട്ട് താഴെ നമ്മളെ തന്നെ തെറി പറയും, പിന്നെ താഴെ പറയും കോംപ്രമൈസ് ആയിരുന്നു. എന്തവസ്ഥയാണെന്ന് നോക്കി. അതായത് ഒരാൾക്കൊരു മാനസിക രോഗം ഉണ്ടെങ്കിൽ അതൊരു അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുക, അതൊരു ക്രെഡിറ്റ് ആയിട്ടും അതേപോലെ അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടും ഇവർ കൊണ്ടു നടക്കണേണ്. അപ്പൊ ഇവർ ഈ കമന്റ് ഇടുന്നിട്ട് ഇവർക്കെതിരെ ഇപ്പൊ എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പറയാല്ല മാനസിക രോഗത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒയ്യോ മാനസിക രോഗിയാണ്, മാനസിക രോഗി ആയതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാലോ. എന്താണിത്, ഒരു മാനസിക രോഗിയാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ ദീപ്തി ടീച്ചർ ചോദിച്ചു പോലെ തന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഇവർ വേണമെങ്കിൽ പറയും, അതായത് ഞാൻ മാനസിക രോഗിയാണ്, അപ്പൊ എനിക്ക് അതൊക്കെ ചെയ്യാല. കാര്യം മാനസിക രോഗികളാകുമ്പോഴത്തേക്കും ബുദ്ധി ഇല്ലാത്തവരാണല്ല, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തവരാണല്ല, അവർക്ക് എന്ത് ചെയ്യാല. ഇവർക്കൊക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഈ ചങ്ങലക്കിടിയെ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും മിക്കവാറും. അവരെ ആ ഫോൺ നായം തന്നെ എടുത്ത് അവരുടെ കയ്യിൽ നിന്നൊന്നും മാറ്റി വെക്കണം. കാര്യം അവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് ഒരു ബാക്കിയുള്ളവരെ ജീവിതത്തിനാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ആ ഫോൺ ഒന്ന് എടുത്ത് മാറ്റാനായിട്ടുള്ള ഒരു ഇത് അവരെ കൂടെയുള്ളവരൊന്ന് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ഇതിന്റെ അടിയിൽ വന്നും അവരുടെ ഒരു കമന്റ് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ മിക്കവാറും ഈ
വീഡിയോ കാണുന്നുണ്ടാവുന്ന എനിക്കറിയാം, ഈ പറഞ്ഞ റാണി ബി സദാശിവം എന്ന് പറഞ്ഞവര്. അപ്പൊ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ഇടുന്ന പണി ഉണ്ടല്ലോ, നിങ്ങൾ കമന്റ് ഇടുന്നതിലല്ല വിഷയം, നിങ്ങൾ പക്ഷേ എന്താണ് ഈ കമന്റിനകത്ത് എഴുതി പിടിപ്പിക്കുന്നത് എന്നുള്ളതില്ല വിഷയം. അപ്പൊ അതൊന്ന് നിങ്ങൾ അത് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ. പിന്നെ ബോധമുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ബെസ്റ്റ്. അപ്പൊ എനിക്ക് എത്ര മണി അതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.